ഫ്രണ്ട്സ്, വെൽക്കം ടു സിജി സൈബർ ക്യാമ്പസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് APIs-നെ കുറിച്ചിട്ടാണ്. എന്താണ് APIs? ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിനിടയിലാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് ആപ്ലിക്കേഷൻസിനിടയിൽ അവരുടെ സർവീസസ് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ്, റൂൾസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ഒരു APIs-നകത്ത് വരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയുമേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഊബർ ബുക്കിംഗ് സിസ്റ്റം ഉണ്ടെന്ന് കരുതുക. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സിമ്പിളായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷനകത്ത് എന്ത് സെർച്ച് ചെയ്യും? നമുക്ക് എത്തേണ്ട സ്ഥലം ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണോ അത് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പാത്ത് അവർ സജസ്റ്റ് ചെയ്യും അല്ലേ. നമുക്കൊരു പാത്ത് സജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എത്തിപ്പെടാനുള്ള ടൈം കുറവുള്ള പാത്തായിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ നമ്മൾ കണ്ടുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? അത് ബുക്ക് ചെയ്യുകയാണ്. ഒരു ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഊബറിൻ്റെ പാത്ത് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നത് ഈ ഒരു APIs യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ ഈ ഒരു ഊബർ ബുക്കിംഗ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് APIs ആണ്. ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രയുമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സിസ്റ്റംസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് APIs. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ മിക്കവാറും നമ്മളിപ്പം വെതറിൻ്റെ ആയാലും നമ്മളൊക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ, വെതർ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ. ഇപ്പം നമ്മളൊരു വെതർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് എന്താണ് കറണ്ട് വെതർ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നത് ആക്ച്വലി എന്താണ്? ഒരു API ആണ്. അതായത് നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസിനിടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ആണ് APIs എന്ന് പറയുന്നത്. എത്ര സിമ്പിളാണ് അല്ലേ. അപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് APIs. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്